ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണേ ബോട്ടിൻ്റെ എയർ ഡ്രോപ്സ് ആറ്റം 81 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോണേ. അത്യാവശ്യം വരുമ്പോൾ തന്നെ നല്ലൊരു പാക്കേജിങ്ങിനാണ് ഈ ഒരു എയർ ഡ്രോപ്സ് വരുന്നത്. അത്യാവശ്യം കളറ് ഞാനിപ്പോൾ ഒരു ഗ്രേ കളർ ആണ് ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ്ങും കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോ മൊത്തം പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് തീരെ ഒരു ബഡ്ജറ്റ് റേഞ്ച് വരുന്ന ഒരു എയർ ഡ്രോപ്സ് ആട്ടോ. ഒരു 1000 റുപ്പീസിൻ്റെ താഴെ എന്നുവെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്രോഡക്റ്റാണ്. ഏകദേശം ഓഫറൊക്കെ വരുവാണെങ്കിൽ 780, 800 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്ന കേട്ടോ. പിന്നെ ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം തോന്നിയത്. കാരണം ഇവരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റിക്കർ കൊടുക്കുന്ന കമ്പനി. ഇവർ എയർ ഡ്രോപ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണോ അതോ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന കമ്പനിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അത്രമാത്രം ഈ സ്റ്റിക്കർ ബുക്ക്ലെറ്റൊക്കെ ഇവർ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ. കുറേ ഉണ്ട്. നമ്മൾ പണ്ട് ചീട്ട് കളിക്കൂലേ, അത്ര സാധനം ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഇന്ന പടം നമുക്ക് നമ്മുടെ ഒരു ഡോറൊക്കെ ഉണ്ടല്ലോ, ഡോറ് ഫുള്ള് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ ഇവർ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത് 2 എണ്ണം മേടിച്ചാൽ ധാരാളം, നമുക്ക് 2 മുറി ഒട്ടിക്കാൻ വേണമെങ്കിൽ അത്ര സ്റ്റിക്കർ ഇവർ കൊടുത്തു വിട്ടിട്ടുണ്ട്. കുറേ സാധനമുണ്ട്, കുറേ ഡ്രാഗനോ അവരുടെ പേര്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ തീരണമില്ലേ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അന്നേരമാണ് അവസാനം താങ്ക് യു എന്ന് പറഞ്ഞൊരു സാധനം കണ്ടത്. അപ്പോഴാണ് ഇത് തീർന്നത്. കുറേ സ്റ്റിക്കർ ഇവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി എന്നല്ലാതെ ഒരു വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചാർജിങ് കേബിൾ മാത്രമാണ് ഇതിൻ്റെ കൂടെ വരുന്നുള്ളൂ. അത് ഏറ്റവും കൂടുതലുള്ളത് ഈ സ്റ്റിക്കർ തന്നെയാണ്. പിന്നെ ആകെ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് വരുന്നത് ഈ കേബിൾ മാത്രമാണ്. അതിപ്പോൾ എല്ലാ എയർപോർട്ട്സിനും കൂടെ കേബിൾ മാത്രമാണ് വരാറുള്ളൂ. പിന്നെ കേബിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മേളിൽ നിന്ന് ടേബിളിലൊക്കെ വയ്ക്കാവുന്ന അത്ര നീളമില്ല കേബിളിന്. അപ്പോൾ കൂടുതലും നിങ്ങളുടെ മൊബൈലിൽ തന്നെ കേബിൾ യൂസ് ചെയ്യേണ്ടി വരും. ഈ കേബിളിന് തീരെ ലെന്ത് കുറഞ്ഞ കേബിളാണ്. പവർ ബാങ്കിൽ നിന്ന് കുത്തിയിടാൻ ഇത് ധാരാളമാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ചാർജറിൽ നിന്ന് ഇത് കുത്തിയിടാനുള്ള നീളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനില്ല. പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം, ഇത് കൈ പിടിക്കുമ്പോൾ നല്ലൊരു ഫീലാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ എഗ്ഗൊക്കെ ഉണ്ടല്ലോ, മുട്ടയൊക്കെ കൈ പിടിക്കുന്ന ഒരു പരന്ന മുട്ടയൊക്കെ കൈ പിടിക്കുന്ന അതേ ഫീലാണ്. ഒരു പളിങ്ങിരിക്കുന്ന എഗ്ഗൊക്കെ പിടിക്കുന്ന പോലെ ഒരു ഫീലാണ്. അത്ര കൈ പിടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിടിച്ച് കഴിഞ്ഞാൽ പിടിവിടാൻ പാടില്ലെന്നൊക്കെ നമ്മൾ സിനിമ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര ഫീലാണ്. ഇത് കുഞ്ഞൊരു സാധനമാണ്, കൈ പിടിക്കാൻ ഒട്ടും ഇല്ലെന്ന് തന്നെ പറയാം. അത്ര കൈ ഫുള്ള് റൗണ്ട് ചെയ്ത് പിടിക്കാവുന്ന എത്ര ഉള്ളൂ. ഇത് എൻ്റെ കൈ വന്നാൽ ചെറിയ കൈയാണ്. അപ്പം എൻ്റെ കൈ തന്നെ നിങ്ങൾക്ക് കാണാൻ പറയാം കുഞ്ഞിയ സാധനമാണ്. അപ്പോൾ ഇത് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവർക്കും ഡിസൈൻ ഇഷ്ടപ്പെടും. ഒരു ചെറിയൊരു സാധനം നമുക്ക് ജസ്റ്റ് പുകലിട്ട് കഴിഞ്ഞാൽ പുകട്ട് ഒരിക്കലും തള്ളി നിൽക്കുകയോ അതോ നമുക്ക് അൺകംഫർട്ടായിട്ടുള്ളൂ ഒരു ഫീലും നമുക്കിത് തോന്നത്തില്ല. മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വില ഒരുപാട് ഫാൻസി ടൈപ്പ് ഇയർഫോൺ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നത് ഒരു ഭംഗിയുള്ളൊരു എയർപോർട്ട്സിൻ്റെ ഡിസൈൻ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ നിസ്സാര വിലയിൽ തന്നെ നമുക്ക് നല്ലൊരു ഡിസൈനിങ്ങാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, നമുക്ക് ചാർജിങ് ചെയ്യുമ്പം ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടി. അതൊരു റെഡ് ബ്ലൂ കണ്ട് ഇൻഡിക്കേറ്ററാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. പിന്നെ ഇത് ഓരോ പെയറിലും സെപ്പറേറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ASAP സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണ്. അത് ഏകദേശം ഒരു 5 മിനിറ്റ്സും കൊണ്ട് നിങ്ങൾക്ക് ഒരു 1 അവർ ചാർജിങ് പ്ലേ ടൈം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ ചാർജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50 മണിക്കൂർ കിട്ടുമെന്നാണ് കമ്പനി പറഞ്ഞത്. 50 മണിക്കൂറിൽ 50 മണിക്കൂറൊന്നും കിട്ടത്തില്ല, എന്നാലും ഒരു 3/4% നിങ്ങൾക്ക് ചാർജ് കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് USB-C ചാർജിങ് പോർട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അഡാപ്റ്ററും നിങ്ങൾക്ക് യൂണിവേഴ്സലായിട്ട് ഒരു ചാർജർ കൊണ്ട് കടന്നാൽ മതി. എല്ലാം ഡിവൈസും ചാർജ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാം. അത് ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ്, പെട്ടെന്ന് ചാർജ് ആവും. ലേറ്റസ്റ്റ് ടെക്നോളജി തന്നെയുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് ഇതിൽ വരുന്നത്. ഇതിനകത്ത് വരുന്ന ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ച് ഇട്ട പോലെ തന്നെ ഇത് പെയർ ആവുന്നതാണ്. ഭയങ്കര സ്പീഡിൽ പെയർ ആവും. ജസ്റ്റ് ആ കവർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അത് പെയർ ആവും, അത്രയ്ക്ക് ഫസ്റ്റാണ്. പിന്നെ ഇതിനകത്തൊരു 4 മൈക്ക് വരുന്നുണ്ട്. കോൺ മൈക്കാണ് വരുന്നത്. നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല, പക്ഷേ എന്നാൽ പോലും കോൾ ചെയ്യണതിന് വളരെ നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ആവറേജ് ക്ലാരിറ്റി ഉണ്ടെന്ന് പറയും. കാരണം കോളിങ്ങിന് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പാട്ട് കേൾക്കാൻ അത്യാവശ്യം ഒരു മീഡിയം റേഞ്ച് ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ളൂ. പിന്നെ ഈ വിലയിൽ മികച്ചൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.